بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഒരുവനാകുന്നു. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിന്റെ റബ്ബിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക എന്നാവശ്യപ്പെട്ടപ്പോഴാണ് ഈ അധ്യായം ഇറങ്ങുന്നത്. അല്ലാഹുവിന്റെ ഒന്നാമത്തെ വിശേഷണം അവൻ അഹദാണ്, അവൻ ഒരുവനാണ് എന്നതാണ്. ഒന്നിലധികം ദൈവങ്ങളെ ആരാധിക്കുന്ന നിങ്ങൾ ഏക ഇലാഹായ അള്ളാഹുവിലേക്ക് മടങ്ങണം. ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടെന്ന അന്ധവിശ്വാസത്തിൽ നിന്നും നിങ്ങൾ പിന്മാറണം. ബിംബാരാധന വർദ്ധിച്ച് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ. അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദാണ്. സ്വമദ് എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽപ്പുള്ളവനും മറ്റുള്ളവരെ ആശ്രയിക്കാത്തവനും എന്നർത്ഥം. അവനെ സൃഷ്ടികൾ മുഴുവനും ആശ്രയിക്കും. അവൻ ആരുടെയും സഹായമോ ഒത്താശയോ ആവശ്യമില്ല. ബിംബങ്ങൾ മനുഷ്യനിർമ്മിതമായതുകൊണ്ട് അവ സ്വയം നിലനിൽക്കുന്നതല്ല. അള്ളാഹുവിന് പങ്കുകാരനുണ്ടെങ്കിൽ അള്ളാഹു അവരെ ആശ്രയിക്കേണ്ടി വരും. അവൻ ആരെയും ആശ്രയിക്കാത്തവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം അള്ളാഹുവിൽ മാത്രമായിരിക്കണം. അള്ളാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കരുത്. ലം യലിദ് വലം യൂലദ്. ലം യലിദ്, അള്ളാഹു ആരെയും പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കുകയും ഇല്ല. വലം യൂലദ്, അള്ളാഹു ആരുടെയും സന്താനമല്ല. അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്ന് വിശ്വസിക്കുന്ന മക്ക മുശ്രിക്കുകൾ, യേശു ദൈവപുത്രനാണെന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ തുടങ്ങിയവരുടെ വാദങ്ങളെ ഖണ്ഡിക്കുകയാണിവിടെ. അള്ളാഹു അഹദാണ്, അള്ളാഹു സ്വമദാണ് എന്ന് നാം നേരത്തെ പറഞ്ഞു. ആ ആശയത്തെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ഇവിടെ. അവനെ സൃഷ്ടിച്ചത് ആര് എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം അവനിക്ക് ആദ്യം എന്നുള്ളത് തന്നെയില്ല. അതായത് അവൻ പണ്ടേ ഉള്ളവനാണ്. ഇതാണ് അവൻ ആരുടെയും സന്താനമല്ല, അവൻ ഖദീമാണ് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യനായി ആരുമില്ല. അള്ളാഹുവിന് കുഫു ഇല്ല. കുഫു എന്ന് പറഞ്ഞാൽ തുല്യതയുള്ളവൻ, സദൃശക്കാരൻ, ഒരുപോലെയുള്ള പദവിയോ സ്വഭാവ വിശേഷണങ്ങളോ ഉള്ളവൻ എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിന് കുഫു ഇല്ല എന്നാൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഉള്ള ഒരു സൃഷ്ടിയും ഇല്ല എന്നർത്ഥം. സൃഷ്ടികളുടെ വിശേഷണങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ വിശേഷിപ്പിക്കാൻ പാടില്ല. അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു കാണുന്നവനാണ് എന്ന് സാധാരണഗതിയിൽ നാം പറയുന്നത് അള്ളാഹു സ്വയം കഴിവുകൊണ്ട് കേൾക്കുന്നു, അള്ളാഹു സ്വയം കഴിവുകൊണ്ട് കാണുന്നു എന്നർത്ഥത്തിലാണ്. അതേസമയം മനുഷ്യൻ കേൾക്കുന്നു, മനുഷ്യൻ കാണുന്നു എന്ന് പറയുന്നത് അവൻ അള്ളാഹു നൽകിയ കഴിവുകൊണ്ട് കേൾക്കുകയും കാണുകയും ചെയ്യുന്നു എന്നർത്ഥത്തിലാണ്. ഇത് രണ്ടും വലിയ വ്യത്യാസമുള്ളതാണല്ലോ. ഈ സൂറത്തിന് ഒരുപാട് പേരുകളുണ്ട്. പക്ഷേ സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിഷ്കളങ്കത എന്നർത്ഥം. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കൃത്യമായി അറിഞ്ഞു മനസ്സിലാക്കി നിഷ്കളങ്ക വിശ്വാസം വെച്ച് പുലർത്തുക എന്ന മഹത്തായ സന്ദേശമാണ് ഈ സൂറത്ത് നൽകുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശവും ഈ സൂറത്ത് നൽകുന്നുണ്ട്. ഈ സൂറത്തിന് ഒരുപാട് ശ്രേഷ്ഠതകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, ഒരു രാത്രിയിൽ ഖുർആനിന്റെ 1/3 ഓതാൻ നിങ്ങൾക്ക് പ്രയാസമാകുമോ? ഖാലൂ അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്.
അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, അത് പ്രയാസകരമാണല്ലോ, ആർക്കാണ് അങ്ങനെ ഓതാൻ കഴിയുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുൽ ഹുവല്ലാഹ് എന്ന സൂറത്ത് ഖുർആനിന്റെ 1/3. റാസി ഇമാം ഈ സൂറത്തിന്റെ അവസാനത്തിൽ പറയുന്നു, ബഹുദൈവാരാധകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബ്തർ അഥവാ സന്താനമറ്റവൻ എന്ന് പരിഹസിച്ചപ്പോൾ അള്ളാഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡിഫെൻഡ് ചെയ്തത്, പ്രതിരോധിച്ചത്. അതുകൊണ്ടാണ് സൂറത്തുൽ കൗസറിൽ നാം നൽകിയെന്നർത്ഥം കുറിക്കുന്ന ഇന്ന അഅ്തൈന എന്ന പദം ഉപയോഗിച്ചത്. ഇവിടെ അള്ളാഹുവിനെയാണ് ശത്രുക്കൾ പരിഹസിച്ചത്. അള്ളാഹുവിനെ പരിഹസിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതിരോധിക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നബിയെ തങ്ങൾ പറയുക എന്നർത്ഥം കുറിക്കുന്ന ഖുൽ എന്ന പദം ഇവിടെ ഉപയോഗിച്ചത്.